എംപിനെ MLA അടക്കം ഇവിടുത്തെ ACP അടക്കം ഉപദ്രവിക്കാൻ നോക്കുകയാണ്. അതേപോലെ നമ്മുടെ സാധാരണ പ്രവർത്തകരെ പിടിച്ചു വെച്ചിട്ട് ആദ്യം ജാമ്യം കൊടുത്തിട്ട് ആ ജാമ്യം നിഷേധിച്ചുകൊണ്ട് CPM-ന്റെ ഇടപെടൽ മൂലമാണ് ആ ജാമ്യം നിഷേധിച്ചത്. അതിനുശേഷം എറണാകുളത്തിന്റെ പ്രിയപ്പെട്ട MP ഹൈബി ഈഡനെയും MLA-മാരെ അടക്കം പോലീസ് വലിച്ചഴക്കുകയാണ് ചെയ്തത്. അതിനെതിരെ ഈ സമരം അവരെ വിട്ടുതരാണ്ട് ഈ സമരം ഒരിക്കലും പുറകോട്ടില്ലെന്ന് പറയുകയാണ്. പ്രവർത്തകരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിക്കുന്നു. കൗൺസിലർമാരടക്കം ഇവരുണ്ട്. ഈ ജനപ്രതിനിധികൾ കൗൺസിലർമാരടക്കം പ്രതിഷേധവും. തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ രീതിയിലുള്ള സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് ഈ നഗരത്തിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ കത്തിപ്പറ്റിരുന്നുള്ള ഒരു ആദ്യത്തെ ഒരു പ്രതിഷേധം മാത്രമാണ്. ഈ പാതിരാത്രിയിൽ ഇത്തരം ജനങ്ങളോട് കൂടിയിട്ടുള്ളത് വെറുതെ ഒരു കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ നോൺ ബെയിലബിൾ കേസ് എടുത്തിട്ട് അവരെ പ്രതിയാക്കുന്ന രീതിയിലുള്ള ഒരു ജനാധിപത്യ മര്യാദയില്ലാത്ത രീതിയാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അരാജകത്വമാണ്. ജാമ്യമില്ല വകുപ്പെടുക്കാൻ ഏതെങ്കിലും കാരണം പോലീസ് വ്യക്തമാക്കുന്നില്ല. ഒരിക്കലും ഒരു കാരണം വ്യക്തമാക്കുന്നില്ല. അവർ ആദ്യം ജാമ്യം കൊടുത്തതാണ് ഈ കേസിന്. അതിനുശേഷം ലെനിൻ സെന്റർ എന്നുള്ള വിളി വന്നപ്പോഴാണ് അവരെ ഇതിനെ ജാമ്യമില്ല വകുപ്പാക്കി മാറ്റിയത്. ഈ ആരോപണം തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കളും മറ്റ് പ്രവർത്തകരും പോലീസിനെതിരെ ഉന്നയിക്കുന്നത്. CPM നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തി എന്നൊരു ആരോപണമാണ് കോൺഗ്രസിന്റെ നേതാക്കളടക്കം ഈ ഘട്ടത്തിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ MLA-മാരും MP-മാരും പ്രവർത്തകരും അടക്കം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുകൊണ്ട് പ്രതിഷേധം തുടരുകയാണ്, സമരം തുടരുകയാണ്. ഏത് ഘട്ടത്തിലേക്കും അതായത് ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇവർ ആവർത്തിക്കുന്നു. സമരം തുടരാനാണ്. തീർച്ചയായിട്ടും ഇത് ഒരു അന്യായമായ പ്രവർത്തനമാണ്. ആദ്യം തന്നെ ഒന്നാമത് ഇത്തരത്തിലുള്ള കരിങ്കൊടി പ്രതിഷേധത്തിന് ഇതൊരു പോലീസ് എക്സസ് ആണ്, നോൺ ബെയിലബിൾ എന്ന് പറയുന്നത്. അത് ആദ്യം ബെയിലബിൾ ഒഫൻസ് ഇട്ടതിന് ശേഷം രാഷ്ട്രീയമായ ഇടപെടലിന് ശേഷമാണ് നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ട് മാറുന്നത്. ഇത്തരത്തിൽ ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കുന്നവരെല്ലാം അടിച്ചമർത്തുമെന്നുള്ള പോലീസ് നയത്തിന് കീഴ്പ്പെട്ട് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. ഞങ്ങളുടെ പ്രവർത്തകരെ അവിടെ ഇത്തരത്തിൽ അന്യായമായ തടങ്കലിൽ പാർപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ചെറുക്കേണ്ടി വരും. അത് തന്നെയാണ് നടക്കുന്നത്. ഒരു കാരണവശാലും ആ പ്രവർത്തകരെ വിട്ടുകിട്ടാതെ മുന്നോട്ട് പുറത്തു പോകുന്ന ഈ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നം. ഏതൊക്കെ പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തത്? ഇപ്പം 6 പേർക്കെതിരെ പ്രവർത്തകർക്കെതിരെ അത് നിയമവിരുദ്ധമായിട്ട് തന്നെയാണ് ആ കേസെടുത്തിരിക്കുന്നത്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്താലും തയ്യാറാണ്. അങ്ങനെ സമരമൊന്നും അനാവശ്യമായിട്ട് സമരം ചെയ്യുന്ന ആളുകളല്ല ഞങ്ങൾ. ന്യായമായ സമരം ചെയ്യണതിനും പോലീസിൻ്റെ തെറ്റായ നയം മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കരിങ്കൊടി പ്രതിഷേധത്തിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സ്വഭാവത്തിലേക്ക് അക്രമ സ്വഭാവത്തിലേക്ക് കടക്കുന്ന രീതി ഞങ്ങൾ പാലിച്ചിട്ടില്ല. ആവശ്യം വന്നാൽ നമ്മൾ കോൺഗ്രസ് നേരായ രീതിയിലാണ് പോകുന്നുള്ളൂ. ആവശ്യമായി വന്നാൽ നേരിടും. കേരള ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കണ DYFനെ സംരക്ഷിക്കുന്ന പോലീസാണ്. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചപ്പോൾ പിള്ളേരെ പിടിച്ച് അകത്തിട്ടേക്കാണ്. ഇവരെ ഇറക്കാണ്ട് ഞങ്ങൾ ആരും ഇതിനകത്ത് പോവില്ല. കോൺഗ്രസിന് അക്രമ രാഷ്ട്രീയം ഇല്ല. എന്തായാലും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരും ജനപ്രതിനിധികളും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ഈ പ്രതിഷേധം തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഉമാ തോമസ് MLA ഒപ്പം തന്നെ കൗൺസിലർമാരടക്കം ഇവിടെ നിൽക്കുകയാണ്. സമരം തുടരുകയും ചെയ്യുകയാണ്. നമുക്ക് കൗൺസിലർമാരടക്കം ആദ്യഘട്ടത്തിൽ നിങ്ങളോട് ജാമ്യമുള്ള വകുപ്പ് ചുമത്തുമെന്നായിരുന്നു സംഭവം. കരിങ്കൊടി കാണിച്ചതിന് ശേഷം ഈ 6 പ്രവർത്തകരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ തമ്മനം മണ്ഡലം പ്രസിഡന്റും കൗൺസിലറും കൂടിയാണ്. ഞാൻ തന്നെ അവരെ ജാമ്യത്തിൽ ഇറക്കി 7 കച്ചീട്ടിൽ ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് അവരെ ജാമ്യത്തിൽ CM എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ വിടാമെന്ന് പറഞ്ഞ ശേഷം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഒരു 5 മണിയായപ്പോഴേക്കും CI വിളിച്ച് പറഞ്ഞു നമുക്ക് പ്രഷറുണ്ട്, വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ നേതാക്കന്മാരെ അറിയിച്ചു. ഹൈബി MP നേരെ അസിസ്റ്റന്റ് കമ്മീഷണർ വിളിച്ച് സംസാരിച്ചു. അപ്പോഴേക്കും ഒരു അടുത്ത FIR തയ്യാറാക്കിയിട്ടു. പഴയ നേരത്തെയുള്ള കച്ചിട്ട് ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് കാണിച്ചില്ല. അതിൽ ഏതൊക്കെ വകുപ്പുകളാണ് പോലീസ് അതിൻ്റെ വകുപ്പുകൾ തന്നിട്ടുണ്ട്. അതിന് ഒരുപാട് വകുപ്പ് ചേർത്തുകൊണ്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. 353 ഉണ്ട്. അതുപോലെ FIR കാണിച്ചില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് നമുക്ക് തന്നിട്ടില്ല. ജാമ്യമില്ല തീർച്ചയായും ജാമ്യമില്ല വകുപ്പ്. അപ്പോൾ ആ ജാമ്യമില്ല വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആദ്യം തന്നെ CIക്ക് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്താണ്. CI ചെറിയൊരു വിഷയമാണ്, എളുപ്പം തീർക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ചെയ്ത ന്യായമായ പ്രവൃത്തിയാണ്. ആദ്യം ജാമ്യം നിൽക്കാൻ വേണ്ടി ഞാൻ വന്നു. ജാമ്യത്തിലെടുത്ത് എൻ്റെ ആധാർ കാർഡും സൈൻ എല്ലാം ചെയ്ത് ജാമ്യത്തിൽ വിടാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിച്ച ശേഷമാണ് തിരിച്ചു പറഞ്ഞത്. അത് മേളിൽ നിന്നുള്ള ശക്തമായ നിർദ്ദേശം കൊണ്ടുവരുന്നത്. അതാണ് സംഭവിച്ചത്. എന്തുകൊണ്ടാണ് ഈ ജാമ്യമില്ല വകുപ്പിലേക്ക് മാറിയതെന്ന് എന്തെങ്കിലും വിശദീകരിച്ചു? ഞാൻ ചോദിച്ചു സി ആദ്യം ജാമ്യം തരാമെന്ന് പറഞ്ഞാൽ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചാണല്ലോ. നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചത്. ജാമ്യം തരാം, കുട്ടികളൊന്നും കാണിച്ചിട്ടില്ല, കരിങ്കൊടി കാണിച്ച് മാറിയെന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു
എൻ്റെ കയ്യിൽ നിൽക്കുന്ന സംഭവമല്ല ഇപ്പം മേളിൽ നിന്ന് നിർദ്ദേശം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മേളിൽ നിർദ്ദേശം വന്നാൽ മേളിലുള്ള നമ്മുടെ നേതാക്കന്മാരെ അറിയിക്കാമെന്ന് പറഞ്ഞ് DC പ്രസിഡന്റിനെയും ഹൈബീഡ് എംപിയും MLA-മാരെയും അറിയിച്ചു. ആ MLA-മാർ വരുന്നതിന് മുമ്പ് ഞാൻ സീനോട് പറഞ്ഞു അവരെ ഇപ്പോൾ കൊണ്ടുപോകരുത്, കോടതിയിൽ കൊണ്ടുപോകരുത്, ജഡ്ജിയെടുത്ത് കൊണ്ടുപോകരുത്. MLA-മാർ വന്നിട്ട് കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ ബലം പ്രയോഗിച്ച് എല്ലാവരും പിടിച്ചിറക്കി. ഞങ്ങൾ പ്രതിഷേധിച്ചു, അകത്തേക്ക്. അപ്പോഴേക്കും ഉമ്മ തോമസ് MLA അടക്കമുള്ള ആളുകൾ വന്ന് തടസ്സപ്പെടുത്തിയ കൗൺസിലറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അദ്ദേഹമാണ് ഈ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജാമ്യത്തിലിറക്കാൻ എത്തിയത്. ആദ്യഘട്ടത്തിൽ ജാമ്യമുള്ള വകുപ്പുകളാണെന്ന് പറയുകയും അദ്ദേഹം ജാമ്യം നിന്നുകൊണ്ട് അവരെ പുറത്തിറക്കാനായി ഇവിടേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ പിന്നീടാണ് വകുപ്പുകളിൽ ചില മാറ്റങ്ങളുണ്ടെന്നും ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നും പലവട്ടം പോലീസിൽ സ്റ്റേഷനിലെ SI അറിയിച്ചതെന്നാണ് കൗൺസിലർ സക്കീർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേ തുടർന്നാണ് പ്രവർത്തകരെ റിമാൻഡിലേക്ക് മാറ്റാൻ തുടങ്ങുമ്പോഴാണ് കൂടുതൽ MLA-മാരടക്കം ഇവിടേക്ക് എത്തുകയും പ്രതിഷേധം തുടരുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ എന്താണ് പോലീസിന്റെ നിലപാട് എന്നത് നമുക്ക് വ്യക്തമല്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് പോലീസ് എത്തുമോ എന്നത് വ്യക്തമല്ല. ഇത് പുതിയ FIR-ന്റെ ആണോ, പുതിയ വകുപ്പുകളാണോ ചുമത്തിയതാണോ? നിലവിൽ ഇദ്ദേഹം കാണിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ 143, 147, 353, 283 വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജർജോസ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 7 പ്രവർത്തകരുണ്ട്. ഇവർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുമോ ഇക്കാര്യം എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഈ ഘട്ടത്തിലും പോലീസ് യാതൊരു വിധത്തിലുള്ള ചർച്ചകളിലേക്കും എത്തിയിട്ടില്ല.